അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി വസ്വഹാബി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. പ്രിയമുള്ളവരെ, ഇന്ന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് 33 വർഷമാകുന്ന ദിനമാണ്. വിശ്വാസികളുടെയൊക്കെ മനസ്സിൽ വലിയ സങ്കടത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന, ഒരിക്കലും വിട്ടുമാറാത്ത വലിയൊരു വേദനയാണ് ബാബരി മസ്ജിദിൻ്റെ തകർച്ച എന്നുള്ളത്. ദുന്യാവിലെയും ആഖിറത്തിലെയും എല്ലാവിധ വിജയങ്ങളും നേടിയെടുക്കാനുള്ള ഒരു വഴിയാണ് അള്ളാഹുവിൻ്റെ പള്ളികളുമായുള്ള ബന്ധം എന്ന് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. ദുന്യാവിലും നമുക്ക് ഗുണം കിട്ടും, നാളെ പരലോകത്തും അതുകൊണ്ട് ഗുണം കിട്ടുമെന്നാണ് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അൽ മുക്സു ഫിൽ മസ്ജിദി ബഅദ സ്വലാഹ്, പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞതിന് പിറകെ, നിസ്കാരം കഴിഞ്ഞ ശേഷവും താമസിക്കുക. അവിടെ ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിസ്കാരത്തിന് ശേഷവും പള്ളിയിൽ താമസിക്കുക. വൽ മഷിയു അലൽ അഖ്ദാമി ഇലൽ ജമാഅത്ത്, പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി ജമാഅത്തിലേക്ക് നടന്നു വരിക. വഇസ്ബാഉൽ വുളൂഇ ഫിൽ മക്കാരിഹി, പ്രയാസമുണ്ടാകുന്ന ഘട്ടങ്ങളിലുമൊക്കെ വുളൂഇനെ പൂർണ്ണമാക്കിയെടുക്കുക. വമൻ ഫഅല ദാലിക, ഈ കാര്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾ ഒരാൾ പ്രവർത്തിച്ചാൽ, പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ താമസിക്കുന്നു, ജമാഅത്തിന് പള്ളിയിലേക്ക് നടന്നു വരുന്നു, പ്രയാസമുള്ള ഘട്ടങ്ങളിലുമൊക്കെ വുളൂഇനെ പൂർണ്ണമാക്കിയെടുക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചാൽ ആഷ ബി ഖൈരിൻ വ മാത ബി ഖൈരിൻ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. അവൻ്റെ ജീവിതം ഖൈറിലായി, അവൻ്റെ മരണം ഖൈറിലായി ഈ കാര്യങ്ങൾ പ്രവർത്തിച്ചാലെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഒരു വിശ്വാസിക്ക് 3 കാര്യങ്ങൾ അവന് രക്ഷയുടെ വടികളാണ്, രക്ഷയുടെ കവചമാണ്. ഒന്ന് അൽ മസ്ജിദു, ഒന്ന് പള്ളിയാണ്. രണ്ടാമത്തത് വദിക്റുല്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കലാണ്, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുക, അള്ളാഹുവിനെ ഓർക്കുക. വ തിലാവത്തുൽ ഖുർആൻ, മറ്റൊന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണവുമാണ് ഒരു വിശ്വാസിക്ക് രക്ഷയുടെ കവചമായിട്ടുള്ളത് എന്ന് പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പള്ളിയുമായി ബന്ധമുണ്ടാവണം, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവണം, ദിക്റുകളിലും സ്വലാത്തുകളിലുമായി നമ്മുടെ ജീവിതം നാം ചിട്ടപ്പെടുത്തണം. പരിശുദ്ധ ഖുർആൻ ഷരീഫിൻ്റെ പാരായണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, ഖുർആനുമായി ബന്ധമുണ്ടാവണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വഴികളാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.